മായ രാഹുൽ പാലാ നഗരസഭ ചെയർപേഴ്സൺ 26-അംഗ കൌൺസിലിൽ 16 പേരുടെ പിന്തുണ മായ രാഹുലിന് ലഭിച്ചു. എൽഡിഎഫിന്റെ പിന്തുണയിലാണ് മായ രാഹുൽ ചെയർപേഴ്സണായത്. 12 എൽഡിഎഫ് കൌൺസിലർമാരുടെയും 3 കോൺഗ്രസ് വിമതരുടെയും വോട്ട് നേടിയാണ് മായ ചെയർപേഴ്സണായത്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇപ്പോഴും ഒരു കോൺഗ്രസ് ചിന്താഗതിക്കാരാണല്ലോ. അപ്പൊ പിന്നെ ആ ഒരു രീതിയിൽ സുഗമമായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചു. പക്ഷെ അത് നടപ്പായില്ല. അങ്ങനെയാവുമ്പോൾ സമാന ചിന്താഗതിക്കാരെല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി ഇങ്ങനെ ചേർന്ന് ഇങ്ങനെയൊരു കാര്യം, അതായത് നഗരത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സുതാര്യമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടും ഇങ്ങനെയൊരു ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാം എന്നുള്ളൊരു TG സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സജിത്ത്, ഏറെ നാൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇപ്പോൾ മായ രാഹുൽ പാലാ നഗരസഭ ചെയർപേഴ്സണായി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. 26-അംഗ കൌൺസിലിൽ 16 പേരുടെ പിന്തുണയോട് ആണ് അധികാരത്തിലെത്തിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അനുശ്രീ, തീർച്ചയായിട്ടും അതാണ് സാഹചര്യം. അട്ടിമറികളൊന്നും നടന്നില്ല. ചില അട്ടിമറി നീക്കങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. UDFും അത്തരം ചില പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായിട്ട് ഇടത് മുന്നണിയുടെ പിന്തുണയോടെ മായ രാഹുൽ വരികയാണ്. 16 വോട്ടുകളാണ് അവർക്ക് ലഭിച്ചത്. 12 വോട്ടുകൾ ഇടത് മുന്നണിയുടെയും ഒപ്പം തന്നെ 3 വോട്ടുകൾ വിമത കോൺഗ്രസ് അംഗങ്ങളുടെയും ഒരോട്ട് മായ രാഹുലിൻ്റെ ഒരോട്ടും കൂടി ചേരുമ്പോഴാണ് 16 അംഗങ്ങളുടെ. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിലാണ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. നേരത്തെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. എന്തായാലും പാലായിൽ ഇടത് മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന ആളുകളുമായി സഹകരിക്കാൻ പുതിയൊരു മുന്നണി സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺവീനർ സ്ഥാനം കേരള കോൺഗ്രസിനായിരിക്കും. അങ്ങനെ പിന്നണിയിൽ കേരള കോൺഗ്രസ് നിന്നുകൊണ്ടുള്ള ഒരു നിയന്ത്രണ സംവിധാനമായി പാലയിലെ ഭരണം മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ നീക്കം. പക്ഷേ അതൊരു സ്ഥിരതയായ സംവിധാനമായി മാറുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഒരു മുന്നണിക്കും കൃത്യമായ ഭൂരിപക്ഷമുള്ള ഇടമല്ല പാലയിൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇത് ഭാവിയിൽ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകളും ചെറുതല്ല. എന്തായാലും 6 മാസമാണ് അവിടെ നേരത്തെ UDFിൻ്റെ ഭരണ സംവിധാനം ഉണ്ടായിരുന്നത്. അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ നീക്കം പാലയിൽ ഉണ്ടാവുന്നത്. ശരി, TG സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.